ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. സംഗീത പ്രേമികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നാടൻ പാട്ടാണിത്. ഏത് ഹിറ്റ് ചലച്ചിത്ര ഗാനത്തോടും കിടപിടിക്കുന്ന ഗാനം. യുവജനോത്സവ വേദികളിലും കലാപരിപാടികളിലും ഇന്നും ഈ ഗാനം നമുക്ക് കേൾക്കാൻ സാധിക്കും. മനസ്സിനെ നൃത്തം ചെയ്യിക്കുന്ന താളം കൊണ്ടും മണ്ണിന്റെ ഗന്ധമുള്ള വരികൾ കൊണ്ടും സമ്പുഷ്ടമായ പാട്ടാണിത്. ഈ ഗാനം കേട്ടാൽ തന്നെ പറയാൻ കഴിയും ഇതൊരു കാവാലം ഗാനമാണെന്ന്. ഉപമകളും നാടൻ ചൊല്ലുകളും നിറഞ്ഞു നിൽക്കുന്ന വരികൾക്ക് താളം നൽകിയതും കാവാലം നാരായണ പണിക്കർ തന്നെയാണ്. നെടുമുടി വേണുവാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേട്ടിരിക്കുമ്പോൾ പാട്ടിൽ കാണുന്ന അമ്പലക്കുളത്തിലും ആൽത്തറയിലും എത്തും മനസ്സെന്ന് വേണം പറയാൻ. 1992 മോഹൻ സംവിധാനം ചെയ്ത ആലോലം എന്ന ചിത്രത്തിലൂടെയാണ് ഈ ഗാനം പുറത്തിറങ്ങുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈ ഗാനത്തിന് പല കവർ വെർഷനുകളും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ സ്ഥിര നൃത്ത ഗാനമായി ഈ ഒരു ഗാനത്തെ നമ്മൾ കാണാറുണ്ട്. ഇന്നും ഈ ഗാനം അങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ടതാണെന്ന് വേണം പറയാൻ. എന്നാൽ ഈ ഗാനം കൊച്ചു കുഞ്ഞുങ്ങൾ പാടുമ്പോൾ കേൾക്കാൻ വളരെ മധുരമാണല്ലേ. ചെറിയ കൊഞ്ചലോടെയും കുറുങ്ങലോടെയും ഭാവം ഉൾക്കൊള്ളിച്ച് പാടുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്ന ഒന്നാണ് മൈക്ക് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ട് അതിമനോഹരമായ ഗാനം ആലപിക്കുന്ന ഒരു കുഞ്ഞു ഗായകന്റെ വീഡിയോയെ കുറിച്ച്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്നറിയാം. എങ്കിലും ഈ വീഡിയോയിലുള്ള ആ കുഞ്ഞു ഗായകനെ പറ്റി എല്ലാവർക്കും അറിയില്ല എങ്കിലും ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാവർക്കും അറിയാമെങ്കിലും ചെറിയ ആൾക്കാർക്ക് എപ്പോഴും അറിയത്തില്ലാത്തതുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കുട്ടി കുറുമ്പൻ അങ്ങനെ ജനഹൃദയങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. ആരാണ് ആ കുഞ്ഞു ഭാവഗായകൻ എന്ന് നമുക്ക് നോക്കാം. ആ കുഞ്ഞിന്റെ പേര് ജാദവേദ് കൃഷ്ണ എന്നാണ്. 4 വയസ്സാണ് ഈ കുരുന്നിന്റെ പ്രായം. തൃശൂർ സ്വദേശിയും മാതൃഭൂമി ന്യൂസ് വിഷ്വൽ എഡിറ്ററുമായ വൈശാഖ് കൃഷ്ണന്റെയും മൃദുലയുടെയും മകനാണ് ജാദവേദ്. മലപ്പുറത്ത് വെച്ച് നടന്ന മൃദുലയുടെ അച്ഛന്റെ 70ാം പിറന്നാൾ ആഘോഷത്തിനിടെ വേദുക്കുട്ടൻ പാടിയ പാട്ടാണ് ഇപ്പം വൈറലായിരിക്കുന്നത്. എന്നാൽ ജാദവേദും അവന്റെ പാട്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതെന്നും അവന്റെ വീട്ടുകാർ അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം. കൊച്ചു നിക്കറുമിട്ട് സ്റ്റേജിൽ കയറി മൈക്ക് കൈയടക്കി ഭാവവും താളവും പിടിച്ച് വേദു വളരെ മനോഹരമായിട്ടാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആ ഗാനമാണ് നമ്മൾ കേട്ട ആലായാൽ തറ വേണമെന്ന ഗാനം. ആ പാട്ട് കേട്ട് കൈയടിക്കാത്തവരായി ആരുമില്ല അല്ലേ. ഏത് പാട്ടും അവൻ മിടുക്കനായി പാടും. അങ്ങ് പാടി നമ്മളെ അവരിലേക്ക് അങ്ങ് അലിയിക്കുകയാണ്. മൈക്ക് കണ്ടാൽ അവൻ പാടുമെന്നാണ് അമ്മ പറയുന്നത്. അച്ഛമ്മയാണ് പാട്ട് പഠിപ്പിച്ചത്. അങ്ങനെയാണ് പാട്ട് പാടിയതും. യൂട്യൂബൊക്കെ നോക്കി വേദു നല്ല രീതിയിൽ പാട്ടിനെ പറ്റി കേൾക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വേദുവിന്റെ ബന്ധുക്കളും എല്ലാം വേദുവിന് പാട്ട് പഠിപ്പിക്കാൻ ഒപ്പം കൂടാറുമുണ്ട്. വേദുക്കുട്ടന്റെ കൂടുതലും ശാസ്ത്രീയ സംഗീതമാണ് ഇഷ്ടം. സംഗതികൾ വെച്ച് ശ്രുതി ചേർത്ത് പാടാൻ അവൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫാബി പി ജയചന്ദ്രൻ എന്നാണ് വേദുവിന്റെ ഈ വീഡിയോയ്ക്ക് കമന്റ് വരുന്നത് ഏറെ. ജാദവേദിന്റെ ഈ വൈറൽ ഗാനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മകൻ വൈറലായ കാര്യം മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്ന് വേണം തന്നെ പറയാൻ. ശേഷം പിന്നീട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാണ് ഇവർ ഇക്കാര്യം അറിയുന്നതെന്നാണ് പറയുന്നത്. ആ അമ്മയ്ക്കും അച്ഛനും അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് നീറുകയാണ് ഈ മാതാപിതാക്കൾ. എന്നാൽ ഒരു കഥ തന്നെയാണ് ജാദവേദ് എന്ന വേദുക്കുട്ടന്റെ അമ്മയ്ക്ക് പറയാനുള്ളത്. ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ മോൻ ഉണ്ടായിരുന്നു എന്നും മുച്ചുണ്ടുണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ആയിരിക്കാമെന്നാണ് അവർ കരുതിയിരുന്നത്. എങ്കിലും അതുമാത്രമായിരുന്നില്ല. മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കായി നടത്തിയതിനിടെയാണ് ശ്വാസതടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ലെന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധമായ രോഗപ്രശ്നമാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ആശുപത്രി തന്നെയായിരുന്നു വീട്. ആദ്യ സർജറി നടക്കുന്നത് കുഞ്ഞിന് 3.5 മാസം പ്രായം ഉള്ളപ്പോഴാണ്. കുഞ്ഞിനൊന്നും ലാളിക്കാൻ പോലും ആകാത്ത വിഷമത്തിൽ ഉള്ളിലൊതുക്കിയാണ് ആ കുടുംബം ഒന്നാകെ കുഞ്ഞിന് വേണ്ടി ജീവിച്ചത്. സർജറി കഴിഞ്ഞ് 1 മാസത്തിന് മേലെ മുറിക്ക് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെ ആയിരുന്നു ആ കുഞ്ഞിനെ നോക്കാൻ. കുഞ്ഞ് ഒന്ന് അനങ്ങുക പോലും ചെയ്യരുതെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നെന്നാണ് വേദുവിന്റെ അമ്മ പറയുന്നത്. രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിന്റെ അടുത്ത് തന്നെ നിൽക്കും. ആ സർജറി ചെയ്ത് മോൻ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം 7ാം മാസത്തിലാണ് മുച്ചുണ്ടിന്റെ സർജറി ചെയ്തത്. അങ്ങനെ ഈ സർജറികളും അസുഖങ്ങളും എല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും കുറുമ്പ് കാട്ടിയും കഥ പറഞ്ഞും ജീവിതത്തിലേക്ക് പിച്ചു വയ്ക്കുകയാണ് വേദുക്കുട്ടൻ. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തല ഉറച്ചു. 3 വയസ്സിൽ നടന്നു തുടങ്ങി. അടുത്തുള്ള പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി തുടങ്ങി. ഇന്ന് ഡബിൾ സ്ട്രോങ് ആണ് നമ്മുടെ വേദുക്കുട്ടൻ. സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി. അത് വളരെയധികം സന്തോഷമാണ് അച്ഛന്റെ അമ്മയുടെയും ഇടയിൽ ഉണ്ടാക്കിയത്. യൂട്യൂബ് അവൻ തന്നെ നോക്കാനും എടുക്കാനും ഒക്കെ പഠിച്ചു. അവൻ തനി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങി. പാട്ടുകൾ കുഞ്ഞിലെ മുതൽ തന്നെ അവന് ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ അക്ഷരങ്ങളും പാട്ടുകളുമാണ് വേദുക്കുട്ടന്റെ ലോകം. കുഞ്ഞുമോൻ പൂർണ്ണ ആരോഗ്യവാനായി ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തുമെന്നാണ് വീഡിയോ കണ്ട മലയാളികൾ ഒന്നടങ്കം പറയുന്നത്.